നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സത്യം പറഞ്ഞ ഇങ്ങനൊരു അമ്മയെ കിട്ടാൻ പുണ്യം ചെയ്യണം സൂര്യ. ഹലോ കനക, അവളെവിടെയുണ്ട്? അവിടുത്തെ മഹാറാണി പത്മ ഇവിടെ തന്നെ ഉണ്ട് മാഡം. ബിസിനസ് ലോകത്തെ ഉരുക്ക് വനിത. അതാണ് അവൾക്ക് ചിലര് ചാർത്തി കൊടുത്തിരിക്കുന്ന വിശേഷണം. പക്ഷേ മിത്രയുടെ ബുദ്ധി പത്മയ്ക്ക് അറിയില്ല. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ പത്മയുടെ കുടുംബത്തിന്റെ സർവനാശം തുടങ്ങാൻ പോവുക. ഈ സിറ്റിയിലെ തെരുവോരത്ത് എവിടെയെങ്കിലും കരഞ്ഞ് കണ്ണു കലങ്ങിയിരിക്കുന്ന ഭ്രാന്തിയായ അവരെ എനിക്ക് കാണണം. അയ്യോ ആന്റി, ആന്റിയുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം വായിക്കാൻ പറ്റാതെ എന്തൊരു അസ്വസ്ഥതയായിരുന്നു എനിക്ക് ആന്റി. ഞാൻ അങ്ങോട്ട് വരിക ആന്റി. എനിക്ക് ആന്റിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വായിക്കണം ആന്റി. സാർ നടക്കങ്ങോട്ട്. ഇങ്ങോട്ടേക്ക്. ഇവിടെ ഈ കുടുംബം ഇല്ലാതാക്കാനുള്ള പ്രവർത്തനത്തിന് നീ ഇവിടേക്ക് അയച്ച ചാരപ്രവർത്തക. ഇന്നലെ രാത്രി എന്നെ നന്ദിനിയും കാലാകാലത്തിന് കിടത്താനുള്ള മരുന്ന് കൊടുത്തതടക്കം സകലതും ഏറ്റു പറഞ്ഞിട്ടാ അവള് നിൽക്കുന്നേ. ആരും അറിയാതെ ഈ കുടുംബത്തെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് നീ വിശ്വസിച്ചോ? നിനക്ക് തെറ്റിപ്പോയി മിത്ര. കളിക്കാൻ നീ തിരഞ്ഞെടുത്ത കളിക്കളം മാറിപ്പോയി. എന്റെ ബർത്ത്ഡേക്ക് എന്നെ എന്റെ കുടുംബത്തിനെ നാണം കെടുത്തുന്നതിന് വേണ്ടി നീ ഒരുത്തനെ ഇങ്ങോട്ട് അയച്ചു അല്ലേടി? കേട്ടാൽ മനസ്സിലാകുന്ന വാഗ്ദാനങ്ങളും കൊണ്ട് ഞങ്ങളുടെ കമ്പനിയിലെ ലേലത്തുക ഒറ്റ കൊടുക്കാൻ എന്റെ മുൻപിലേക്ക് ആളെ വിട്ടത് നീയായിരുന്നല്ലേ? എന്താണ് നീ ഒന്നും മിണ്ടാത്തെ? ഇന്നലെ ഓഫീസിൽ വന്നു കയറി നീ എല്ലാരും ഭരിക്കാൻ തുടങ്ങിയായിരുന്നല്ലോ. ഇപ്പൊ നിനക്കൊന്നും പറയാനില്ലേ? മറ്റുള്ളവരെ ആക്രമിച്ചും വെട്ടിപ്പിടിച്ചും കൊള്ളയടിച്ചും നിന്റെ അച്ഛൻ വിശ്വനാഥൻ കൊണ്ടുവന്ന സമ്പത്തല്ല ഈ കുടുംബത്തിലുള്ളത്. അധ്വാനിച്ച് വേർത്ത് പണിയെടുത്തതിന്റെയാ. അത് ചവിട്ടിക്കുഴയ്ക്കാൻ സാധിക്കുമെന്ന് നീ അങ്ങ് വിശ്വസിച്ചു. എന്റെ മകൻ, എന്റെ കുടുംബം, എല്ലാവരും നിന്നെ തള്ളി പറഞ്ഞിട്ടും ഞാൻ നിന്നെ വിശ്വസിച്ചു. ഈ വീടിനകത്ത് നിന്നെ കൂട്ടിക്കൊണ്ടു വന്നതേ ഈ ഞാനാ. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ മക്കൾക്ക് കൊടുക്കാത്ത സ്ഥാനം കമ്പനിയിൽ നിനക്ക് ഞാൻ അനുവദിച്ചു തന്നു. നിനക്കെന്റെ മോനെ കൊല്ലണോ? ഈ കുടുംബത്തെ ഇല്ലാതാക്കണോ? ഈ സിറ്റിയിലെ നടുതെരുവിൽ ഞാൻ ഭ്രാന്തിയെ പോലെ ഇരുന്ന് കരയുന്നത് നിനക്ക് കാണണം അല്ലടി? കഴിഞ്ഞോ?
എല്ലാവർക്കും പറയാനുള്ളത് മുഴുവനും പറഞ്ഞു കഴിഞ്ഞോ?